എന്തായാലും ഞാനൊരു കാര്യം ചെയ്യാം, സുരേഷിന് ഞാനിപ്പോ എന്റെ ഭക്ഷണം തരാം, കഴിച്ചിട്ട് ഇനി സുരേഷ് എന്താ പറയുന്നത് നോക്കട്ടെ. ദൈവത്തിന് വിളിക്കുന്നു വേണ്ടല്ലോ. അയ്യോ ഒരു കാര്യം വിറ്റാണ്, ആള് ഭയങ്കര വിറ്റാണ്. ആദ്യമായിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പാമ്പിനെ പേടിയില്ലേ? ഒരു ജീവിയും പേടിയായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് പേടിയുള്ള മനുഷ്യന് മാത്രമേ. പക്ഷെ നമ്മളിപ്പം ഒരു അക്കാഡമിക് വയസ്സ് നമുക്ക് വേറെ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു വ്യക്തി വന്ന് 10 ആളുടെ മുമ്പിൽ പറയുമ്പോൾ ആ 10 പേര് അംഗീകരിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. പക്ഷെ ഞാൻ ഖണ്ഡിച്ച് പറയാൻ കഴിയും. എനിക്ക് ഖണ്ഡിച്ച് പറയാം അത് ഇന്നത് പോലെയാണ്, ഇന്ന രീതിയാണെന്ന് ഞാൻ പറഞ്ഞു. വേറെ ഒന്നും വേണ്ട. ഞാൻ ഈ പറഞ്ഞ പാമ്പുകൾക്ക് വിഷമില്ലെന്ന് ലോകത്ത് ആരും പറഞ്ഞിട്ടുണ്ടോ? കോഴിമുട്ടയുടെ വെള്ളം എടുത്ത് കുത്തിവെച്ചാൽ മരണപ്പെടുന്ന ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരാളിനെ പറയും, ഒരു സയന്റിസ്റ്റിനെ പറയും, ഒരു ഡോക്ടറെ പറയും. ഇന്നുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഞാനല്ലല്ലോ ഇത് ലോകത്തിനോട് പറഞ്ഞത്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. എന്തിനു പറഞ്ഞു? ചെന്നൈ യൂണിവേഴ്സിറ്റി റിസർച്ച് ചെയ്തില്ലേ ഇത്? എനിക്ക് ഡോക്ടറേറ്റ് പ്രഖ്യാപിച്ചില്ലേ? ഞാൻ വേണ്ടെന്ന് വെച്ചാൽ വേണ്ടെന്ന് അപ്പഴേ പറഞ്ഞില്ല. വേണ്ടെന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത്? മനസ്സിലായി. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. അയ്യോ മാമ, സോറി മാമ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ പറഞ്ഞ. എനിക്ക് എൻ്റെ ആവശ്യമില്ല. ഞാനൊരു എന്താ പറയുക സയൻറ്റിസ്റ്റ് അല്ല, ഞാനൊരു റിസർച്ച് ചെയ്യുന്ന ആളാണ്. എനിക്ക് തന്നെ ഡോക്ടറേറ്റ്. അതുകൊണ്ട് എനിക്കെന്ത് നേടാനാ? എനിക്കൊന്നും നേടാനല്ല. എനിക്ക് കിട്ടാനുള്ളത് അംഗീകാരം എൻ്റെ ജനങ്ങൾ എനിക്ക് തരുന്നുണ്ട്. നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ എണീക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. പാനീസ് കിച്ചൺ കാണുന്ന കുറച്ച് വീട്ടമ്മമാരുണ്ട്, കുറച്ച് പേരുണ്ട്. അവർക്ക് ശരിക്കും നമ്മൾ വീട്ടിലൊരു പാമ്പിനെ കാണും, അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തോ പറമ്പിലോ ഒക്കെ കാണുവാണെങ്കിൽ ഇതിനെ ഉപദ്രവിക്കാതെ അതിനെ സേഫ് ആക്കി വിടാൻ വേണ്ടിയിട്ട് ഒരു കാണുന്ന ഒരു വ്യക്തി എന്താണ് ചെയ്യേണ്ടത്? പാമ്പുകളെ വീട്ടിലേക്ക് ആകർഷിക്കുന്നത് ആരാണ്? നമ്മുടെ വീട്ടമ്മമാർ എന്തിന്? വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് വാരി വീടിൻ്റെ പറമ്പിൻ്റെ ഒരു മൂലയിൽ കൂട്ടിയിരുന്നു ഭക്ഷണത്തിൻ്റെ വേസ്റ്റ്. അങ്ങനെ തൊട്ടടുത്ത പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞു. ഈ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് കഴിക്കാൻ എലി വരുന്നു. എലി പിടിക്കാൻ ഇവ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ. പരിസരം വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു പാമ്പ് വീട്ടിലേക്ക് വരാൻ പോകുന്നില്ല. അത് ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് വലിച്ചെറിയുക. അത് മാത്രമല്ല എലിയുടെ മാളങ്ങൾ അന്നന്ന് കാണുന്നു. അന്നന്ന് അടയ്ക്കുക. ഇത് അടയ്ക്കത്തില്ല, 6 മാസം കഴിഞ്ഞ് അടയ്ക്കുള്ളൂ. അപ്പോൾ എലി അവിടെ കുഞ്ഞിട്ട് വീണ്ടും വരുന്നു. അപ്പം അടുത്ത പറമ്പിലെ ആ പഞ്ചായത്തിലെ പാമ്പ് മൊത്തം ഇവിടെ വരുന്നു. കുപ്പിയിൽ കയറ്റുമ്പോ ഇതിന് വിഷമുണ്ട് എന്നുള്ളതൊക്കെ നമ്മളെ അച്ഛനമ്മമാർ പഠിപ്പിച്ചു തരുന്നത്. ലോകത്ത് വിഷമുള്ളത് മനുഷ്യന് മാത്രമാണ്. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. അയ്യോ പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ. ഞാനും വരുന്നു. ചുമ്മാ കാറിൽ പോ.